ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സനാസ് വ്ളോഗ്. ഇന്നൊരു മിനി ഡേ ഇൻ മൈ ലൈഫാണ്. ഞാനും മുസ്ലിം കൂടി അങ്കമാലി ഹോസ്പിറ്റലിൽ വരെ വന്നതാണ്. അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചായക്കടയിൽ കയറി. ചായ എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു മിൽക്ക് ഷേക്കാണ് വാങ്ങിയത്. ഉമ്മച്ചി അതിൻ്റെ ഇടയിൽ കോക്കനട്ടിൻ്റെ ഒരു മിഠായി വാങ്ങുന്നത് തീരെ പ്രതീക്ഷിച്ചു. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തതാണ് ആ ഫ്ലേവർ. പിന്നെ എന്തായാലും വാങ്ങിയതല്ലേ എന്ന് കരുതി ഒരെണ്ണം കഴിച്ച്. പിന്നെ പെരുമ്പാവൂർ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ബസ് വരെ ഇനിയും സമയമെടുക്കും. അപ്പോൾ പിന്നെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറി വല്ല ഓഫറൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ. പിന്നെ ഓഫർ നോക്കി ഒരു മണിക്കൂർ പോയത് ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞില്ല. പിന്നെ ഉമ്മച്ചിക്ക് 2 സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അത് വാങ്ങാനാണ് മെയിനായിട്ട് കയറിയത്. പക്ഷെ അത് രണ്ടും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ കിട്ടിയത് കൊണ്ട് ബില്ലും അടിച്ച് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് ചെന്നപ്പോഴേക്കും ഞങ്ങളുടെ ബസ് മിസ്സായി. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ അടുത്ത ബസ് വന്നു കേട്ടോ. ഈ ബസ് അധികം മെയിൻ റോഡിൽ കൂടെ അല്ല പോകണം, കൂടുതൽ ഉൾവഴിയാണ്. കുറേ മരങ്ങളും അത്യാവശ്യം തണലൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ വിൻഡോ സീറ്റിലിരുന്നാൽ പറയേണ്ടല്ല അവസ്ഥ. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ തന്നെ എനിക്ക് ഒന്നിനും വയ്യ. അല്ലെങ്കിലും അങ്ങനെ രാവിലെ ഒരു വൈകുന്നേരം വരെ നടക്കാനൊരു പ്രശ്നമില്ല. പക്ഷെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ഇനി രാത്രിത്തേക്ക് പാസ്ത ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് സ്പൈസി ചിക്കൻ പാസ്ത ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി കഴുകി വാരി എടുത്തേണ പാസ്തയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഉപ്പിട്ടും വേവിക്കുക. അത് വെന്ത് കഴിഞ്ഞാൽ അത് മാറ്റി വെച്ച് വേറൊരു പാൻ എടുത്ത് ആവശ്യത്തിന് ഓയിലും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും ചെറുതായി അരിഞ്ഞ ചിക്കനും ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ വെന്തു എന്ന് തോന്നുമ്പോൾ അതിന് ആവശ്യത്തിന് മുളക് പൊടി ടൊമാറ്റോ സോസും നമ്മുടെ ആവശ്യത്തിന് ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റണം. എന്നിട്ട് അതേ പാനിൽ തന്നെ ആവശ്യത്തിന് ഓയിലും സവോളയും ക്യാപ്സിക്കവും ടൊമാറ്റോ ജസ്റ്റ് മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ ഒരു ജ്യൂസും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ നമ്മുടെ ആവശ്യത്തിന്, മല്ലിപ്പൊടി വളരെ കുറച്ച്, പിന്നെ ഗരം മസാലയും ഇടാൻ മറക്കണ്ട. പിന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ആ ചിക്കൻ്റെ മിക്സ് അതിലേക്ക് ഇടുക. ലാസ്റ്റ് നമ്മൾ ആദ്യം വേവിച്ച് വെച്ച പാസ്ത ഇതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ സംഭവം സെറ്റാണ്. അപ്പോൾ സ്പൈസി ചിക്കൻ പാസ്ത ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളാണ്. കുട്ടികൾക്ക് മുതിർന്നവർക്ക് എന്തായാലും ഒരേപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.